അമേരിക്കയിലെ ഒരു പ്രമുഖ കമ്പനിയുടെ ജേർണലിസ്റ്റാണ് ഗളിവർ എന്ന ചെറുപ്പക്കാരൻ. അങ്ങനെയിരിക്കെ ജോലിയുടെ ഭാഗമായിട്ട് ബർമുഡ ട്രയാങ്കിൾ എന്ന കടൽ ഭാഗത്തിലേക്ക് അവൻ യാത്ര തിരിക്കുകയാണ്. പക്ഷേ കടലിലെ ഒരു വലിയ ചുഴലിക്കാറ്റിൽപ്പെട്ട് ഗളിവർ എത്തിപ്പെടുന്നത് ലില്ലിപുട്ട് എന്ന ഒരു വലിയ ചെറിയ രാജ്യത്തിലേക്കാണ്. പക്ഷേ ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഒരു ഉറുമ്പിൻ്റെ അത്രയും മാത്രം വലുപ്പമുള്ളൂ. ആ ജനങ്ങളുടെ മുൻപിൽ ഗളിവർ ഒരു വലിയ രാക്ഷസൻ തന്നെയാണ്. ഗളിവറും കുഞ്ഞു ജനങ്ങളുടെ രാജ്യമായ ലില്ലിപുട്ടിൻ്റെ കഥ പറയുന്ന അമേരിക്കൻ മൂവിയാണ് 2010 പുറത്തിറങ്ങിയ ഗളിവേഴ്സ് ട്രാവൽസ്. അമേരിക്കയിലെ ന്യൂയോർക്ക് എന്ന നഗരത്തിൽ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ലെമുവേൽ ഗളിവർ. അവിടെയുള്ള എല്ലാ ചെറുപ്പക്കാരെയും പോലെ തന്നെ ഒരു അലസമായ ജീവിതമായിരുന്നു ഗളിവറിൻ്റേത്. ഗളിവർ എഴുന്നേറ്റ ഉടനെ തന്നെ ആദ്യമേ അവൻ്റെ ഷെൽഫിലുള്ള സൂപ്പർ ഹീറോ ടോയ്സിനോട് അവൻ ആദ്യമേ സംസാരിക്കും. അതിനുശേഷം പല്ലൊക്കെ തേച്ച് പാട്ടും പാടിക്കൊണ്ടാണ് അവൻ രാവിലത്തെ കുളി നടത്തുന്നത്. ന്യൂയോർക്കിലെ ഒരു വലിയ ന്യൂസ് പേപ്പർ കമ്പനിയിലെ ഒരു ചെറിയ സ്റ്റാഫാണ് ഗളിവർ. അന്നേ ദിവസം തന്നെയാണ് ആ ന്യൂസ് പേപ്പർ കമ്പനിയിൽ പുതിയതായിട്ട് ഡാൻ എന്നൊരു ചെറുപ്പക്കാരൻ ജോലിക്ക് കയറുന്നത്. അവനുമായിട്ട് നമ്മുടെ ഗളിവർ പരിചയപ്പെടുകയാണ്. ഗളിവർ ജോലി ചെയ്യുന്ന മെയിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ആ ചെറുപ്പക്കാരന് ജോലി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡാൻ എന്ന ആ ചെറുപ്പക്കാരൻ്റെ ബോസായിട്ട് വരും ഗളിവർ. അങ്ങനെ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടുകാരാവുകയാണ്. അങ്ങനെ അന്നേ ദിവസം അവർക്ക് രണ്ടുപേർക്കും ചെയ്യാനുള്ള മെയിലെല്ലാം ചെയ്തിട്ട് അവർ തിരിച്ചു വരുമ്പോഴാണ് വഴിയിൽ വെച്ച് ഗളിവറിൻ്റെ ക്രഷായിട്ടുള്ള ഡാർസി സിൽവർമാൻ എന്ന ആ ഒരു പെൺകുട്ടിയെ അവർ കാണുന്നത്. അവർ ജോലി ചെയ്യുന്ന അതേ ന്യൂസ് പേപ്പർ കമ്പനിയിൽ തന്നെയാണ് ഈ പെൺകുട്ടിയും ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരു ജേർണലിസ്റ്റായിട്ടാണ് ഈ പെൺകുട്ടി വർക്ക് ചെയ്യുന്നത്. ഗളിവറിന് ആ പെൺകുട്ടിയോട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയ ഒരു ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കൽ പോലും അവൻ ആ പെൺകുട്ടിയോട് നേരിട്ട് ആ ഇഷ്ടം പറയാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ദിവസം വൈകിട്ട് തന്നെ ഡാൻ സന്തോഷത്തോടെ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററുമായിട്ട് ഗളിവറിൻ്റെ അടുത്തേക്ക് വരികയാണ്. ഡാൻ ജോലിക്ക് കയറിയ ആ ദിവസം തന്നെ അവന് മെയിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് പ്രൊമോഷൻ കിട്ടി. ജോലിക്ക് കയറിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ അവനൊരു പ്രൊമോഷൻ കിട്ടി. ഗളിവറിന് അവൻ്റെ മേൽ മനസ്സിൽ ചെറിയൊരു അസൂയ തോന്നി. 10 വർഷമായിട്ട് ആ മെയിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ താൻ പണിയെടുക്കുകയാണ്. പ്രൊമോഷനൊന്നും വേണ്ട, അല്പം റെസ്പെക്റ്റ് ചെയ്യലും ആരെങ്കിലും തന്നാലെന്ന് അവൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദ്യത്തെ ദിവസം തന്നെ ഡാൻ എന്ന ചെറുപ്പക്കാരന് മെയിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് പ്രൊമോഷൻ കിട്ടിയത്. ഇതൊക്കെ കണ്ടപ്പോൾ ഗളിവറിന് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സങ്കടം തോന്നി. ഗളിവറിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സങ്കടം ഡാനിന് നല്ല രീതിയിൽ മനസ്സിലാകുന്നുണ്ട്. ഡാൻ അപ്പോൾ ഗളിവറിന് ഒരു ഉപദേശം കൊടുത്തു. നിനക്ക് മറ്റുള്ളവരോട് സംസാരിക്കാൻ വളരെ പേടിയാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സ്കില്ല് അത് അത്യാവശ്യമാണ് ഈ ഒരു ജോലിയിൽ. അതുണ്ടെങ്കിൽ മാത്രമേ നിനക്ക് ചെറിയ രീതിയിലെങ്കിലും പ്രൊമോഷൻ കിട്ടത്തുള്ളൂ എന്ന് ഡാൻ അവനോട് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഗളിവർ അവൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. ഇറങ്ങിപ്പോകുമ്പോഴും അവൻ്റെ മുഖത്ത് ആ ഒരു വിഷമമുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന വഴിയാണ് രാത്രിയായിട്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാർസി എന്ന അവൻ്റെ ക്രഷിനെ അവൻ കാണുന്നത്. സമയം ഇത്രയധികം വൈകിട്ടും അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ ഏതായാലും ഓഫീസിൽ ആരും തന്നെയില്ല. അവളോട് സംസാരിക്കാൻ പറ്റിയൊരു അവസരം തന്നെയാണ് ഇതെന്ന് അവൻ മനസ്സിൽ കണ്ടു. അതുകൊണ്ട് സർവ്വധൈര്യമെടുത്ത് അവളോട് ഒരു ഡേറ്റിന് വരുമോ എന്ന് ചോദിക്കാനായിട്ട് അവൻ തീരുമാനിച്ചു. ഗളിവർ ആ പെൺകുട്ടിയുടെ മേശയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവളോട് ചോദിക്കാനുള്ള ആ ധൈര്യം പോയി. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ അവളുടെ ഡെസ്കിലുണ്ടായിരുന്ന കുറച്ച് പേപ്പർ എടുത്തുകൊണ്ട് അവൻ തിരികെ നടന്നു പോവുകയാണ്. അവൻ തിരിഞ്ഞ് നടന്നു പോകുന്നത് കണ്ടപ്പോൾ ഡാർസി അവനെ വിളിച്ചു നിർത്തി ഒരു കാര്യം ചോദിച്ചു. നമ്മുടെ ഈ കമ്പനിയിൽ ട്രാവൽ ബ്ലോഗിൻ്റെ ഒരു ജോബ് വേക്കൻസി ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിനക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് ഡാർസി അവനോട് പറഞ്ഞു. ഡാർസി ഏതായാലും ഇങ്ങനൊരു കാര്യം പറഞ്ഞതല്ലേ, ഗളിവർ അത് അംഗീകരിക്കുകയാണ്. ട്രാവൽ ബ്ലോഗ് എങ്കിൽ ട്രാവൽ ബ്ലോഗ് അത് ചെയ്യാമെന്ന് അവൻ അങ്ങനെ തീരുമാനിക്കും. പക്ഷേ ആ ജോലി കിട്ടുന്നതിന് മുൻപ് അവൻ ഒരു ട്രാവൽ ബ്ലോഗ് എഴുതി സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ അന്നേ ദിവസം വൈകിട്ട് വീട്ടിലേക്ക് എത്തിയപ്പോൾ കുറേ ബ്ലോഗ് ഇൻ്റർനെറ്റിൽ തപ്പി കണ്ടുപിടിച്ച് അവൻ ഒരു ട്രാവൽ ബ്ലോഗ് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ട്രാവൽ ചെയ്ത് ബ്ലോഗൊക്കെ എഴുതുക എന്ന് പറയുന്നത് വലിയ മെനക്കേടുള്ള പണിയിട്ടാണ് അവൻ കണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു കള്ളത്തരം അല്ലെങ്കിൽ ഇങ്ങനൊരു കുറുക്കുവഴി അവൻ കണ്ടത്. അങ്ങനെ പിറ്റേ ദിവസം അവൻ നോക്കി എഴുതി പിടിപ്പിച്ച ആ ഒരു ബ്ലോഗായിട്ട് ഡാർസിയുടെ അടുത്തേക്ക് അവൻ ചെല്ലുകയാണ്. അവൻ്റെ ആ ഒരു ട്രാവൽ ബ്ലോഗ് വായിച്ചു നോക്കിയ ഡാർസിക്ക് അത് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ട്രാവൽ ബ്ലോഗ് എഴുതുന്നതിൽ അവന് വലിയ നല്ല കഴിവുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. യഥാർത്ഥത്തിൽ അത് നോക്കി കോപ്പി അടിച്ചതെന്ന് അവന് മാത്രമല്ലേ അറിയത്തുള്ളൂ. ഡാർസി അങ്ങനെ മറ്റൊരു ട്രാവൽ ബ്ലോഗ് എഴുതാനായിട്ട് അവന് ടാസ്ക് കൊടുക്കുകയാണ്. ഈ തവണ കടലിലെ ബർമുഡ ട്രയാങ്കിൾ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് വേണം അവൻ ആ ട്രാവൽ ബ്ലോഗ് എഴുതാനായിട്ട്. പണ്ട് കാലത്തെ നാവികരുടെ കപ്പലുകൾ ബർമുഡ ട്രയാങ്കിൾ എന്ന ആ സ്ഥലത്ത് വെച്ച് കാണാതായിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അതിനെപ്പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് ട്രാവൽ ബ്ലോഗ് എഴുതാനായിട്ടാണ് അവൾ ടാസ്ക് കൊടുത്തത്. ഡാർസി ഏതായാലും ഇംപ്രസ് ചെയ്യാൻ പറ്റിയ അവസരമാണ്. ഗളിവർ അത് മുതലെടുക്കുകയാണ്. അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോട്ടും അതിനുവേണ്ട ഗൈഡിനെയും എല്ലാം
ഡാർസി തന്നെ ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ബെർമുഡ എന്ന സ്ഥലത്തേക്ക് ഗളിവർ ഫ്ലൈറ്റ് കയറി യാത്ര ചെയ്യുകയാണ്. ഡാർസി പറഞ്ഞതുപോലെ തന്നെ അവനെ സഹായിക്കുന്നതിനായിട്ട് ഒരു ഗൈഡും അവിടെ ഉണ്ടായിരുന്നു. ആ ഗൈഡ് അങ്ങനെ ഗളിവറിനെ വാടകയ്ക്കെടുത്ത ഒരു ബോട്ടിനടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ആ ബോട്ട് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഗളിവറിന് അവൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബോട്ട് ഓട്ടോമേറ്റഡ് ആയതുകൊണ്ട് ഗളിവറിന് വലിയ കാര്യമായിട്ട് തന്നെ ഒന്നും ചെയ്യാനുണ്ടാവില്ല. അങ്ങനെ ആ ഒരു ധൈര്യത്തിൽ ഗളിവർ തന്നെ ആ ബോട്ടിൽ ബെർമുഡ ട്രയാങ്കിളിലേക്ക് യാത്ര തിരിക്കുകയാണ്. യാത്രയുടെ ആദ്യത്തെ മണിക്കൂറുകൾ വളരെ വിശാലമായിട്ട് അവൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു മാഗസിനെടുത്ത് റോബോട്ടിനെ എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം അവൻ നന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുറേ കൊക്കക്കോളയും സോഫ്റ്റ് ഡ്രിങ്കും അവൻ കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ബുക്കും വായിച്ച് കൊക്കക്കോളയും കുടിച്ചുകൊണ്ട് അവൻ കുറച്ച് നേരത്തേക്ക് ഉറങ്ങിപ്പോയി. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ഉണർന്നെഴുന്നേറ്റു. അവൻ കൈയൊക്കെ വിരിച്ച് മുൻപിലേക്ക് നോക്കിയപ്പോൾ വലിയൊരു തിരമാല അവൻ്റെ മുൻപിലേക്ക് വരുന്നത് അവൻ കണ്ടു. ആ ഒരു വലിയ തിരമാല അവൻ്റെ ബോട്ടിന് മുകളിലേക്ക് ആഞ്ഞടിച്ചു. പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ലൈഫ് ജാക്കറ്റ് അവൻ എടുത്തിട്ടു. എന്തോ ഭാഗ്യത്തിന് ആ ഒരു തിരമാലയ്ക്കിടയിൽപ്പെട്ട് ആ ബോട്ട് മുങ്ങിപ്പോയിട്ടില്ല. പക്ഷേ ആ ഒരു വലിയ കൊടുങ്കാറ്റിൽ അവൻ്റെ ബോട്ട് ആടി ഉലയുകയാണ്. എല്ലാം തീർന്നു എന്ന് വിചാരിച്ച് അവനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അത് വലിയൊരു ചുഴലിക്കാറ്റ്. ആ ഒരു വലിയ ചുഴലിക്കാറ്റ് അവൻ്റെ ബോട്ടിനെ പിടിച്ചു വലിച്ച് അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം അവൻ്റെ വലിയ ബോട്ട് ആ ഒരു ചുഴിക്കകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. പിന്നീട് ഗളിവറിൻ്റെ ആ ഒരു അലർച്ച മാത്രമാണ് കേട്ടത്. കുറച്ച് സമയങ്ങൾ അങ്ങനെ കടന്നുപോയി. ഗളിവർ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവൻ ഒരു കടൽ തീരത്താണ്. പക്ഷേ എന്ത് ചെയ്തിട്ടും അവൻ്റെ ദേഹമൊന്നും അനക്കാനായിട്ട് അവന് സാധിക്കുന്നില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവൻ തല ഉയർത്തിയെന്ന് ശരീരത്തിലേക്ക് നോക്കിയപ്പോഴാണ് വലിപ്പം കുറഞ്ഞ തീരെ ചെറിയ മനുഷ്യർ അവൻ്റെ ശരീരത്തിൽ കയറി നിൽക്കുന്നത് അവൻ കണ്ടത്. അവരെ കണ്ടപ്പോൾ തന്നെ ഗളിവർ ആദ്യമേ ഒന്ന് ആശ്ചര്യപ്പെട്ടുപോയി. കാരണം ഇത്രയും ചെറിയ മനുഷ്യരെ അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോഴാണ് എഡ്വാർഡി എന്ന് പറയുന്ന ലില്ലിപുട്ട് എന്ന രാജ്യത്തിൻ്റെ കമാൻഡറായിട്ടുള്ള അയാൾ സ്വയം അവനെ പരിചയപ്പെടുത്തി കൊടുത്തത്. ലില്ലിപുട്ട് എന്ന ആ ചെറിയ മനുഷ്യരുടെ ആ രാജ്യത്തിൽ പെട്ടുപോയിരിക്കുകയാണ് ഗളിവർ ഇപ്പോൾ. ആ കടൽ തീരത്ത് വെച്ച് തന്നെ അവൻ്റെ കൈയും കാലുമെല്ലാം അവർ കെട്ടിയിട്ടിരിക്കുകയാണ്. അവന് ചുറ്റുപാടും ചെറിയ ചെറിയ മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. അവരെല്ലാവരും ലില്ലിപുട്ട് എന്ന ആ രാജ്യത്തിൻ്റെ പടയാളികളായിരുന്നു. എഡ്വേർഡ് എന്ന ആ കമാൻഡർ ഗളിവറിനെ വിശേഷിപ്പിച്ചത് ഒരു ബീസ്റ്റ് എന്നാണ്. അതായത് അത്രയും വലിപ്പമുള്ള അയാളെ അവൻ രാക്ഷസൻ എന്നാണ് വിളിച്ചത്. ഇത് കേട്ട ഗളിവർ ഉറക്കിയൊന്ന് അലറിക്കരഞ്ഞു. അവൻ്റെ ആ ഒരു അലർച്ചയിൽ തന്നെ അവൻ്റെ ശരീരത്തിൽ നിന്നിരുന്ന ആ ചെറിയ മനുഷ്യർ കുറേ പേർ താഴേക്ക് വീണു. ഗളിവർ പെട്ടെന്ന് തന്നെ അവൻ്റെ കയ്യിലും കാലിലുമെല്ലാം കെട്ടിവെച്ച ആ കയർ വലിച്ചു പൊട്ടിക്കുകയാണ്. അത് വലിച്ചു പൊട്ടിക്കുന്നത് ഗളിവറിന് വലിയ കാര്യമല്ലായിരുന്നു. അത് അത്രയും എളുപ്പമുള്ളൊരു കാര്യമായിരുന്നു. കാരണം അത്രത്തോളം പോന്ന ചെറിയ കയർ ഉപയോഗിച്ചായിരുന്നു അവനെ കെട്ടിവെച്ചിരുന്നത്. എഴുന്നേറ്റ് നിന്ന ഗളിവർ ഈ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ല. ഞാനിപ്പോൾ കാണുന്നത് സ്വപ്നം മാത്രമാണെന്ന് പറഞ്ഞ് അവൻ കണ്ണടച്ചിട്ട് ഒന്നുകൂടി തുറന്നു നോക്കി. അപ്പോഴും മാറ്റമൊന്നും വരാതിരുന്നപ്പോൾ അവന് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ നടക്കുന്ന കാര്യമാണെന്ന്. ഇതേ സമയം എഡ്വേർഡ് എന്ന ആ കമാൻഡർ പടയാളികളോടെല്ലാം ഒരു നിർദ്ദേശം നൽകി. അവനെ കെട്ടിയിട്ട് വലിച്ച് താഴേക്കിടാൻ. ആ ചെറിയ പടയാളികളെല്ലാം അവൻ്റെ പുറകെ നിന്ന് ഒരു കയറെടുത്ത് അവൻ്റെ നിക്കറിൻ്റെ കൊളുത്തിലേക്ക് കൊളുത്തിയിട്ടു. അതിനുശേഷം അവരെല്ലാം ആഞ്ഞു പിടിച്ചു വലിച്ച് അവന് താഴേക്കിടുകയാണ്. താഴെ വീണ പാടെ തന്നെ ഗളിവറിൻ്റെ ബോധവും പോകുന്നു. ഗളിവർ അങ്ങനെ ബോധം വന്ന് കണ്ണു തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് ഒരു വലിയ രഥത്തിൽ അവനെ കെട്ടി വലിച്ചുകൊണ്ട് ലില്ലിപുട്ട് എന്ന അവരുടെ ആ രാജ്യത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ഗളിവറിനെ പോലെ അത്രയും വലിപ്പമേറിയ ഒരു മനുഷ്യനെ കാണുന്നതിനു വേണ്ടി ലില്ലിപുട്ടിലെ ജനങ്ങളെല്ലാം ആ രാജ്യത്ത് ഒത്തുകൂടി. അവരെല്ലാവരും ആകാംക്ഷയുടെയും അതിശയത്തോടെയുമാണ് ഗളിവറിനെ നോക്കിക്കണ്ടത്. അധികം വൈകാതെ തന്നെ അവരെല്ലാവരും ചേർന്ന് അവനെ കൊട്ടാരത്തിനകത്തേക്ക് വലിച്ചു കയറ്റുകയാണ്. അതിനുശേഷം ലില്ലിപുട്ടിലെ രാജാവായിട്ടുള്ള തിയോഡർ രാജാവിൻ്റെ മുൻപിലേക്ക് അവനെ പ്രതിഷ്ഠിച്ച് നിർത്തുകയാണ് അവർ. അവൻ്റെ കൈകളും കാലുകളുമെല്ലാം ബന്ധിച്ചിരിക്കുന്നതുകൊണ്ട് ഈ തവണ അവന് എഴുന്നേക്കാനോ അവനൊന്ന് അനങ്ങാനോ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇതേ സമയം തന്നെ തിയോഡർ രാജാവിൻ്റെ മകളും രാജകുമാരിയുമായിട്ടുള്ള മേരി എന്ന ആ പെൺകുട്ടിക്ക് ഗളിവറിൻ്റെ അവസ്ഥ കണ്ട് അവനോട് സഹതാപം തോന്നി. അതിനുശേഷം കമാൻഡറായിട്ടുള്ള എഡ്വേർഡിനോട് അവൾ ചോദിച്ചു, ഇത്രയും വലിയ കാര്യമായിട്ട് ഇവനെ ബന്ധിച്ചു കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്നാണ് അവൾ ചോദിച്ചത്. പക്ഷേ എഡ്വേർഡ് പറഞ്ഞ മറുപടി മറ്റൊന്നായിരുന്നു. അവരുടെ ശത്രു രാജ്യമായിട്ടുള്ള ബ്രിഫൂഷ്യയുടെ ഒരു ചാരനാണ് ഗളിവർ. ഇതേ സമയം രാജാവായിട്ടുള്ള തിയോഡറിനോട് ഗളിവർ കാര്യം ചോദിക്കുകയാണ്. അവൻ എവിടെയാണെന്നും അവൻ എത്തപ്പെട്ട സ്ഥലം ഏതാണെന്നും അവൻ അറിയണം. പക്ഷേ അവന് മറുപടി നൽകിയത് രാജാവിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ജിങ്സ് ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജകൊട്ടാരം അല്ലെങ്കിൽ സാമ്രാജ്യമായിട്ടുള്ള ലില്ലിപുട്ട് സാമ്രാജ്യത്തിലാണ് നീ ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. അയാളുടെ ഈ സംസാരം കേട്ടപ്പോൾ ഗളിവറിന് യഥാർത്ഥത്തിൽ അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ കൂടെയുള്ള കൂട്ടുകാരും
തൻ്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ബാക്കിയുള്ളവരും തന്നെ പ്രാങ്ക് ചെയ്യുകയെന്നാണ് അവൻ വിചാരിച്ചത്. ആ കൊട്ടാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ക്യാമറ കാണുമെന്ന് അവൻ വിചാരിച്ചു. അതിനുശേഷം ക്യാമറാമാന്മാരോടെല്ലാം പുറത്തേക്ക് ചാടി വരാനായിട്ട് അവൻ നിർദ്ദേശിക്കുകയാണ്. പക്ഷേ അതൊരു പ്രാങ്ക് അല്ലെന്നും അതൊരു യഥാർത്ഥത്തിലുള്ള രാജ്യമാണെന്നും പിന്നീടാണ് അവന് മനസ്സിലായത്. അങ്ങനെ അധികം വൈകാതെ തന്നെ ആ രാജാവും ആ പടയാളികളും എല്ലാം ചേർന്ന് അവനെ തടവിലാക്കുകയാണ്. ഇത്രയും വലിപ്പമേറിയ ഒരു മനുഷ്യനായതുകൊണ്ട് അവനെ തടവിലിടുന്നത് ആ രാജ്യത്തിലെ വലിയൊരു ഗുഹയിലാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവനുണ്ടായിരുന്ന ആ വലിയ ഗുഹയിൽ അല്ലെങ്കിൽ ആ ജയിലിൽ അവൻ മറ്റൊരാളെ പരിചയപ്പെടുന്നത്. ലില്ലിപുട്ട് എന്ന രാജ്യത്തിലെ ഒരാളായിരുന്നു അയാൾ. അയാളുടെ പേര് ഹൊറേഷ്യോ. ഹൊറേഷ്യോയ്ക്ക് രാജകുമാരിയുടെ ഒരു താല്പര്യമുണ്ടായിരുന്നു. രാജകുമാരിയെ കല്യാണം കഴിക്കണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. ഈ ഒരു കാര്യമറിഞ്ഞ എഡ്വേർഡ് എന്ന കമാൻഡറായിരുന്നു അവനെ ജയിലിലിട്ടത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹൊറേഷ്യോ ഗളിവറിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എഡ്വേർഡ് എന്ന ആ കമാൻഡർ അവരുടെ മുൻപിലേക്ക് വന്നു നിന്നത്. ഇവർ തമ്മിൽ പരസ്പരം സംസാരിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ എഡ്വേർഡ് കേൾക്കുന്നുണ്ടായിരുന്നു. എഡ്വേർഡിനെ കുറിച്ച് അത്ര മോശമായിട്ടായിരുന്നു ഹൊറേഷ്യയും ഗളിവറും സംസാരിച്ചത്. ഇതെല്ലാം കേട്ട് ദേഷ്യപ്പെട്ടാണ് എഡ്വേർഡും അവരോട് സംസാരിച്ചത്. ജീവിതകാലം മുഴുവൻ നിങ്ങളെ തുറങ്കിലടിക്കാനുള്ള എല്ലാ പഴുതുകളും ഞാൻ ഉണ്ടാക്കുമെന്ന് അയാൾ പറഞ്ഞു. അങ്ങനെ ഗളിവറിന് ശിക്ഷയായിട്ട് എഡ്വേർഡ് തന്നെ കുറച്ച് പണികൾ അവന് കൊടുക്കുകയാണ്. ആ രാജ്യത്തിനെ വലിയ കൃഷിഭൂമി തന്നെ ഉഴുതുമറിക്കുന്നതിനായിട്ട് അവർ ഗളിവറിനെ ഉപയോഗിച്ചു. വലിയ കലപ്പയും നുകവുമെല്ലാം അവൻ്റെ കഴുത്തിൽ കെട്ടിയിട്ടിട്ട് ആ ഒരു കൃഷിഭൂമി മുഴുവൻ അവനെ കൊണ്ട് തന്നെ ഉഴുതുമറിച്ചു. അവനങ്ങനെ കൃഷിഭൂമിയിൽ പണിയെടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കൊട്ടാരത്തിൽ നിന്ന് ഒരു മണിയടിയുടെ ശബ്ദം അവൻ കേട്ടത്. ബ്ലഫൂഷ്യ എന്ന രാജ്യം ലില്ലിപുട്ട് എന്ന രാജ്യത്തെ ആക്രമിക്കാൻ വരുന്നതിൻ്റെ ഒരു എമർജൻസി വാണിംഗ് ആയിരുന്നു ആ മണിയടി. രാജകുമാരിയായിട്ടുള്ള മേരിയെ തട്ടിക്കൊണ്ടു പോകുന്നതിനും ലില്ലിപുട്ട് എന്ന രാജ്യം കീഴടക്കുന്നതിനു വേണ്ടിയാണ് അവർ ഇങ്ങോട്ടേക്ക് ആക്രമിക്കാൻ വരുന്നത്. ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു എഡ്വേർഡ് എന്ന കമാൻഡർ നോക്കി നിന്നത്. യഥാർത്ഥത്തിൽ എഡ്വേർഡ് എന്ന ആ കമാൻഡറിനും മേരിനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കൊട്ടാരത്തിലെ ആരും തന്നെ ആ രാജകുമാരിയെ സംരക്ഷിക്കരുതെന്നും രാജകുമാരിയെ തനിക്ക് ഒറ്റയ്ക്ക് തന്നെ രക്ഷിക്കണമെന്നും അവൻ അവരോടെല്ലാവരോടുമായിട്ട് പറഞ്ഞു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഹൊറേഷ്യ എന്ന അയാളും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെ ഗളിവറിനോട് ഒരു സഹായം ചോദിച്ചു. പ്രിൻസസ് മേരിയെ സംരക്ഷിക്കണമെന്നും ബ്ലഫൂഷ്യയിൽ നിന്ന് ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കണമെന്നും ഹൊറേഷ്യ ഗളിവറിനോട് സഹായം ചോദിച്ചു. അങ്ങനെ കൊട്ടാരത്തിൽ രാജകുമാരിയുടെ മുറിയിലേക്ക് കടന്നു കയറിയ 2 ബ്ലഫൂഷ്യൻ പടയാളികളെ ഗളിവർ തന്നെ ആ മുറിയിൽ നിന്ന് പിടിച്ചെടുത്ത് താഴേക്കിട്ടു. അങ്ങനെ രാജകുമാരിയെ സംരക്ഷിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് രാജകുമാരിയെ താഴേക്ക് ഇറക്കിക്കൊണ്ട് വരികയാണ്. ആ വലിയ കൊട്ടാരത്തിൽ ആക്രമണം നടന്നതുകൊണ്ട് പല ഭാഗത്തായിട്ടും തീ പടർന്നു. തിയോഡർ രാജാവും അയാളുടെ സെക്രട്ടറി ജിങ്സും ഉണ്ടായിരുന്ന മുറിയിൽ വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായത്. ഒരു രീതിയിലും ആ തീയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഗളിവറിന് മറ്റൊരു വഴിയുമില്ലാതെ അവൻ ചെയ്തത് സിബ് ഊരിയിട്ട് ആ കൊട്ടാരത്തിൽ തീ പടർന്ന ഭാഗത്തേക്ക് മൂത്രമൊഴിക്കുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ തീയെല്ലാം അവൻ അണച്ചു. രാജാവിനെയും സെക്രട്ടറിയും രാജ്യത്തിലെ എല്ലാവരെയും അവനങ്ങനെ രക്ഷിക്കുകയായിരുന്നു. ഇത് കണ്ടു നിന്ന പടയാളികളും രാജ്യത്തിലെ ജനങ്ങളുമെല്ലാം കൈയടിച്ച് അവനെ പ്രോത്സാഹിപ്പിച്ചു. അതിനൊപ്പം തന്നെ അവരെല്ലാവരും അഭിനന്ദിച്ചു. പക്ഷേ ഇതൊന്നും തന്നെ എഡ്വേർഡ് എന്ന ആ കമാൻഡറിന് ഇഷ്ടപ്പെട്ടില്ല. അവൻ തനിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയിരുന്ന ആ ഒരു പ്രിൻസസിനെയാണ് അവൻ രക്ഷപ്പെടുത്തിയത്. അങ്ങനെ രാജാവിനെയും രാജ്യത്തെ മുഴുവനും രക്ഷിച്ച ഗളിവറിനെയും ഹൊറേഷ്യയും തടവിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ രാജാവിനെയും രാജ്യത്തെയും സംരക്ഷിച്ചതിന് പ്രത്യേകമായിട്ട് തിയോഡർ രാജാവ് അവനോട് നന്ദി പറഞ്ഞു. അങ്ങനെ ആ ദിവസം രാത്രി തന്നെ വലിയൊരു വിരുന്ന് തന്നെ രാജാവ് ഒരുക്കി. ആ വിരുന്നിനായിട്ട് ഹൊറേഷ്യയും ഗളിവറിനെയും അങ്ങനെ എല്ലാവരെയും രാജാവ് ക്ഷണിച്ചു. പക്ഷേ രാജാവ് ഇത്രയും വലിയൊരു വിരുന്ന് അവർക്ക് വേണ്ടി ഒരുക്കിയത് എഡ്വേർഡിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഗളിവറിനെയും ഹൊറേഷ്യയും രാജാവ് പുകഴ്ത്തി പറയുന്നത് കേട്ടു നിൽക്കാനായിട്ട് എഡ്വേർഡിന് ഒട്ടും സാധിച്ചില്ല. ആ വലിയ വിരുന്നിൽ ഗളിവറിന് ഇരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രത്യേക കസാരയായിരുന്നു ഒരുക്കി വെച്ചത്. കാരണം അത്രയും വലുപ്പമുള്ള അവൻ ഇരിക്കാനായിട്ട് അങ്ങനെ ഒരു കസേരയുടെ ആവശ്യമുണ്ടായിരുന്നു. അതിനെല്ലാം ശേഷം രാജാവ് അവനോട് ചോദിച്ചു അവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അതിന് അവൻ മറുപടി നൽകി ന്യൂയോർക്ക് എന്ന സിറ്റിയിലെ മാൻഹട്ടൻ എന്ന നഗരത്തിൽ നിന്നാണ്. അവൻ്റെ സംസാരവും അവൻ്റെ ആ ധൈര്യവും എല്ലാം കണ്ടപ്പോൾ ആ രാജ്യത്തിൽ അവരെല്ലാം വിചാരിച്ചത് മാൻഹട്ടൻ എന്ന രാജ്യത്തിലെ പ്രസിഡൻ്റാണ് അവനെന്നാണ്. അവരെല്ലാവരും ഗളിവറിനെ ഒരു ആരാധനാപാത്രമായിട്ട് വലിയ ധൈര്യശാലിയായിട്ടാണ് കണ്ടത്. ഇതെല്ലാം കണ്ടു നിന്ന ഗളിവറിനും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. കാരണം അവൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അംഗീകാരം കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അങ്ങനെ അവർ ഇനി കൂടുതൽ അവനെ അംഗീകരിക്കുന്നതിന് വേണ്ടി മാൻഹട്ടനിലെ പ്രസിഡൻ്റാണ് താനെന്ന് തന്നെ അവനങ്ങ് വരുത്തി വെക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇല്ലാത്ത കുറേ കഥയും അവൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. മാൻഹട്ടനിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശക്തിയേറിയ പ്രസിഡന്റ് അത് ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ കുറേയേറെ കഥകളാണ് അവൻ പറഞ്ഞു പരത്തിയത്. അവൻ പറഞ്ഞ ആ കഥകളെല്ലാം അവിടെ കൂടിയിരുന്ന എല്ലാവരും തന്നെ വിശ്വസിച്ചു. പക്ഷേ എഡ്വേർഡ് മാത്രം അവൻ്റെ ആ കഥകൾ വിശ്വസിച്ചില്ല. അങ്ങനെ ഗളിവർ ലില്ലിപുട്ടിലെ ജനങ്ങളുടെ ഒരു ഭാഗമായിട്ട് തന്നെ മാറി.
ഗളിവറിന് വേണ്ടി മാത്രമായിട്ട് അവിടുത്തെ ജനങ്ങൾ അവനൊരു വലിയ വീടാണ് പണിതു നൽകിയത്. എല്ലാ തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു നല്ല വലിയ വീട്. ഗളിവറിന് അവൻ്റെ നാട്ടിൽ വെച്ച് കിട്ടാതെ പോയ സൗഭാഗ്യവും സൗകര്യവും എല്ലാമാണ് അവൻ ഇവിടുത്തെ ജനങ്ങൾ നൽകിയത്. അതിൻ്റെ കൂടെ തന്നെ അവന് കാണുന്നതിന് വേണ്ടി ഒരു വലിയ തിയേറ്റർ തന്നെ അവൻ അവിടുത്തെ ജനങ്ങളെ കൊണ്ട് അവിടെ ഉണ്ടാക്കി. ആ ഒരു തിയേറ്ററിൽ വെച്ച് നാടകവും ഡ്രാമയും എല്ലാം അവൻ നടത്തി. അതെല്ലാം തന്നെ അവിടുത്തെ ജനങ്ങളുടെ കൂടെ ഇരുന്നതിനെ അവൻ കണ്ടു. ടൈറ്റാനിക് കപ്പലിൻ്റെ ഒരു നാടകം തന്നെ അവിടെ അവതരിപ്പിച്ചിട്ട് അത് അവൻ്റെ കഥയാണെന്ന് തന്നെ അവൻ ആ നാട്ടുകാരോട് പറഞ്ഞു വരുത്തി. അവിടുത്തെ ആ ജനങ്ങളെല്ലാം അവൻ്റെ വാക്കുകളും അവൻ്റെ കഥകളും വിശ്വസിച്ചിരിക്കുകയാണ്. ടൈറ്റാനിക്കിന് ആ കഥ കണ്ട എഡ്വേർഡിനൊരു സംശയം തോന്നി. വെള്ളത്തിൽ മുങ്ങിപ്പോയ ഗളിവർ എങ്ങനെ തിരിച്ച് ജീവനോടെ വന്നെന്ന്. ഇത് കേട്ട ഗളിവർ ഒന്ന് ചൂളിപ്പോവുകയാണ്. അവന് പറയാനായിട്ട് അവൻ്റെ കയ്യിൽ ഒരു വാക്കുകളുമില്ലായിരുന്നു. അവസാനം അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നു തന്നെ അവനോട് മറുപടി പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ദിവസങ്ങളെല്ലാം സന്തോഷത്തോടെ ഗളിവർ ചെലവഴിക്കുകയാണ്. ഹൊറേഷ്യ എന്ന ചെറുപ്പക്കാരനുമായിട്ട് ഗളിവറിന് നല്ലൊരു അടുപ്പമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഹൊറേഷ്യോ ഗളിവറിനോടൊരു സഹായം ചോദിച്ചു. പ്രിൻസസ് മീരിയെ എങ്ങനെയെങ്കിലും ഇംപ്രസ് ചെയ്യുന്നതിന് എന്നെ ഒന്ന് സഹായിക്കണം. ഹൊറേഷ്യയുടെ ആ ഒരു ആഗ്രഹം സാധിച്ചു തരാമെന്ന് ഗളിവറും മറുപടി നൽകി. അങ്ങനെ രണ്ടുപേരും കൊട്ടാരത്തിൻ്റെ മുൻപ് വശത്തേക്ക് പോയി നിൽക്കുകയാണ്. അതിനുശേഷം ഹൊറേഷ്യ പ്രിൻസസ് മേരിയെ കാണുകയാണ്. പ്രിൻസസ് മേരിക്കും ഹൊറേഷ്യയോട് പണ്ട് മുതലേ ഒരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു. ഈ തവണ ഹൊറേഷ്യ പ്രിൻസസ് മേരിയുടെ അടുത്ത് ചെന്നപ്പോൾ പ്രിൻസസ് മേരിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു നല്ല പാട്ട് പാടുകയാണ്. പക്ഷേ ആ പാട്ടിൻ്റെ വരികളൊന്നും നല്ല രീതിയിൽ പാടാനായിട്ട് ഹൊറേഷ്യയ്ക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ കൊട്ടാരത്തിൻ്റെ പുറകിൽ ഒളിച്ചു നിന്നുകൊണ്ട് ആ പാട്ടിൻ്റെ വരികൾ പറഞ്ഞു കൊടുത്തത് ഗളിവറായിരുന്നു. അങ്ങനെ ഹൊറേഷ്യ പാടിയ ആ പാട്ട് കേട്ടിട്ട് പ്രിൻസസ് മേരിക്ക് സത്യം പറഞ്ഞാൽ ഹൊറേഷ്യയെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അപ്പോഴായിരുന്നു അകത്തു നിന്ന് പ്രിൻസസ് മേരിയെ എഡ്വേർഡ് വിളിച്ചത്. എഡ്വേർഡ് സത്യം പറഞ്ഞാൽ ഈ തവണ മേരിയെ വിളിച്ചത് അവൻ്റെ ഇഷ്ടം അവളോട് പറയാനായിട്ടായിരുന്നു. ആ രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനാണ് എഡ്വേർഡ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രിൻസസ് മേരിയെ കല്യാണം കഴിക്കുന്നതും അവനായിരിക്കും. പക്ഷേ എഡ്വേർഡിൻ്റെ സമീപനം പ്രിൻസസ് മേരിക്ക് അത്ര താല്പര്യമില്ലായിരുന്നു. പക്ഷേ എഡ്വേർഡിനെ അവൾക്കങ്ങനെ ഒഴിവാക്കി കളയാനും പറ്റത്തില്ല. കാരണം ആ രാജ്യത്തിൻ്റെ കമാൻഡർ ഇൻ ചീഫാണ് എഡ്വേർഡ്. ഇതേ സമയത്ത് തന്നെ ലില്ലിപുട്ട് എന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് കുറേ പടയാളികൾ ഗളിവറിൻ്റെ ബോട്ടും അവൻ്റെ കളഞ്ഞുപോയ സാധനങ്ങളുമെല്ലാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഗളിവറിൻ്റെ ബോട്ടും അവൻ്റെ കാണാതെ പോയ സാധനങ്ങളുമെല്ലാം അവർ കണ്ടുപിടിക്കുകയാണ്. ഗളിവർ ആ സ്ഥലത്ത് വന്ന് ആദ്യമേ അവൻ അന്വേഷിച്ചത് അവൻ്റെ കാണാതെ പോയ ഫോണായിരുന്നു. ആ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആ ഫോണിനൊരു കുഴപ്പമില്ലായിരുന്നു. അവൻ ആ ഫോൺ തുറന്നു നോക്കിയപ്പോൾ ഡാർസി അയച്ച 12 വോയിസ് മെസ്സേജ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. അവൾ എന്തായിരിക്കും പറഞ്ഞതെന്ന് അറിയുന്നതിന് വേണ്ടി അവൻ ആകാംക്ഷയോടെ ആ വോയിസ് മെസ്സേജ് കേൾക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവനെ കുറ്റം പറഞ്ഞ് ദേഷ്യപ്പെട്ടുണ്ടായിരുന്ന ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു അത്. അവൻ ഇതിനു മുൻപ് എഴുതി പിടിപ്പിച്ചു കൊടുത്ത ആ ട്രാവൽ ബ്ലോഗ് അത് ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി അടിച്ച് എഴുതിയെടുത്തതെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ ചെയ്ത ഈ ഒരു കള്ളത്തിനെ ഓർത്തിട്ടാണ് ഡാർസിക്ക് അവനോട് നല്ല ദേഷ്യം തോന്നിയത്. അതുകൊണ്ട് ഇനി ആ ബെർമുഡ ട്രയാങ്കിളിൻ്റെ ആ ഒരു റീസർച്ച് അത് അവൾ തനിയെ വന്നിട്ട് ചെയ്യണം. കാരണം ഗളിവറിന് ട്രാവൽ ബ്ലോഗ് ചെയ്യാനുള്ള അത്ര നല്ല കഴിവില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഇതൊക്കെ കേട്ടപ്പോൾ ഗളിവറിന് വളരെയേറെ സങ്കടം തോന്നി. അവന് തിരിച്ചവൻ്റെ നാട്ടിലേക്ക് തിരികെ പോകാൻ യാതൊരു താല്പര്യവും ഇപ്പോൾ ഇല്ല. തിരികെ പോയാൽ തന്നെ അവന് ഡാർസിയെ ഫേസ് ചെയ്യണം. കുറ്റബോധത്തോടെ എങ്ങനെ അവളുടെ മുഖത്ത് അവൻ നോക്കി നിൽക്കും? ഇതൊക്കെ ഓർത്തിട്ട് സ്ഥിരമായിട്ട് തന്നെ ലില്ലിപുട്ടിൽ താമസിക്കുമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. ലില്ലിപുട്ടിൽ താമസിക്കാൻ പോകുന്ന കാര്യം അവിടുത്തെ രാജാവിനോടും അവിടുത്തെ അധികാരികളോടുമെല്ലാം ഗളിവർ പറഞ്ഞു. പക്ഷേ എഡ്വേർഡ് മാത്രം ഗളിവറിൻ്റെ ആ ഒരു തീരുമാനം സംശയത്തോടെയാണ് കണ്ടത്. അവൻ്റെ ആ സംശയവും അവൻ തിയോഡർ രാജാവിനോടും പറഞ്ഞു. പക്ഷേ രാജാവ് എഡ്വേർഡ് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിച്ചില്ല. കാരണം രാജാവിന് ഗളിവറിനോട് അത്രയേറെ വിശ്വാസമായിരുന്നു. ഗളിവർ രാജ്യത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ പോകുവാണ് എന്ന വിവരം അറിഞ്ഞ് രാജാവിൻ്റെ സന്തോഷത്തിനായിട്ട് എഡ്വേർഡിൻ്റെ കമാൻഡർ എന്ന ആ പദവി ഗളിവറിന് നൽകുകയാണ്. എഡ്വേർഡിനെ പകരം ഒരു വൈസ് ജനറലായിട്ട് സ്ഥാനം മാറ്റി. ഇതൊക്കെ കണ്ടു നിന്ന എഡ്വേർഡിന് സത്യം പറഞ്ഞാൽ രാജാവിനോട് തന്നെ ദേഷ്യം തോന്നി. അവൻ ഈ രാജാവിനെയും രാജ്യത്തെ തന്നെ നശിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു അവൻ്റെ മനസ്സിൽ വന്നത്. എഡ്വേർഡ് അതുകൊണ്ട് പ്രതികാരമായിട്ട് ലില്ലിപുട്ടിൻ്റെ ഡിഫൻസ് സിസ്റ്റം മൊത്തത്തിൽ തന്നെ ഷട്ട് ഡൗൺ ചെയ്തു വെക്കുകയാണ്. ആ ഡിഫൻസ് സിസ്റ്റം അങ്ങനെ ഓഫാക്കുന്നത് വഴി ലില്ലിപുട്ടിൻ്റെ ശത്രു രാജ്യമായിട്ടുള്ള ബ്ലഫൂഷ്യയ്ക്ക് എളുപ്പം തന്നെ ലില്ലിപുട്ടിനെ ആക്രമിക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തത്. ബ്ലഫൂഷ്യൻ രാജ്യത്തിലെ പടയാളികളും അധികാരികളുമെല്ലാം ഒരു അവസരത്തിനായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ലില്ലിപുട്ടിലെ ഡിഫൻസ് സിസ്റ്റം എല്ലാം ഓഫാക്കിയിട്ടിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചത്. ഇത് തന്നെയാണ് പറ്റിയ സമയം. എത്രയും പെട്ടെന്ന് തന്നെ ലില്ലിപുട്ടിനെ ആക്രമിക്കണമെന്ന് പറഞ്ഞ് അവർ യുദ്ധത്തിനൊരുങ്ങി. അതുകൊണ്ട് കടൽ മാർഗം തന്നെ അവർ ലില്ലിപുട്ടിലേക്ക് കയറാനായിട്ട് ശ്രമിച്ചു. കടൽ മാർഗം തന്നെ അവർ അവരുടെ ആക്രമണവും അഴിച്ചുവിട്ടു. 1000-ലേറെ വരുന്ന പീരങ്കികൾ ഉപയോഗിച്ച് അവർ ലില്ലിപുട്ടിന് നേരെ ആക്രമണം തൊടുത്തുവിട്ടു.
പ്രതീക്ഷിക്കാതെ വന്ന ഒരു ആക്രമണമായിരുന്നു ലില്ലിപുട്ടിനിത്. ഇപ്പോൾ ലില്ലിപുട്ടിൻ്റെ ജനറൽ കമാൻഡർ എന്ന് പറയുന്നത് ഗളിവറാണ്. അതുകൊണ്ട് ഈ യുദ്ധം തടുത്തു നിർത്തേണ്ടത് അവൻ്റെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. ഗളിവർ അതുകൊണ്ട് ഒരൊറ്റ കൈ തന്നെ പ്രയോഗിക്കാൻ തീരുമാനിച്ചു. ഗളിവർ അവൻ്റെ ഷർട്ട് ഊരിയിട്ട് ആ കടലിലേക്ക് നടന്നിറങ്ങി. അതിനുശേഷം ബ്ലഫൂഷ്യയിലെ പടയാളികൾ വന്നുകൊണ്ടിരുന്ന ആ ഒരു കപ്പലിലേക്ക് അവൻ വെള്ളം തെറിപ്പിക്കാൻ തുടങ്ങി. ഗളിവർ അത്രയും വലിയ മനുഷ്യനായതുകൊണ്ട് ആ കപ്പലുകളെല്ലാം അവന് വളരെ ചെറുതായിരുന്നു. ഗളിവറിന് നേരെ ആ പീരങ്കികൾ ഉപയോഗിച്ച് അവർ വെടിവെച്ചെങ്കിലും ആ വെടി കൊണ്ടത് ചെറിയ ചെറിയ കല്ലുകൾ മാത്രമായിട്ടാണ് അവന് തോന്നിയത്. അതിനുശേഷം അതിലെ ഓരോ കപ്പലുകളുടെ കയർ പിടിച്ചു വലിച്ച് അവൻ ഓരോ ദിശയിലേക്കും ആ കപ്പൽ വലിച്ചു വിടുകയാണ്. സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് ബ്ലഫൂഷ്യ എന്ന ആ രാജ്യത്തെ അവൻ തോൽപ്പിച്ചു. അങ്ങനെ വലിയൊരു ആക്രമണത്തിൽ നിന്ന് ലില്ലിപുട്ടിനെ അവൻ ഒറ്റയ്ക്ക് രക്ഷിക്കുകയാണ്. അങ്ങനെ ഗളിവറിൻ്റെ എല്ലാ വിധത്തിലുള്ള ആഗ്രഹങ്ങളും ലില്ലിപുട്ടിലെ ജനങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ തുടങ്ങി. ഗളിവർ പറഞ്ഞതുപോലെ വലിയ കൊട്ടാരങ്ങളും ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിനെ പോലെ തന്നെ മറ്റൊരു ബിൽഡിങ്ങും അതുപോലെ വലിയ വലിയ കൊട്ടാരങ്ങളും അവർ ഉണ്ടാക്കി നൽകി. ഗളിവറിൻ്റെ തുണി തയ്ക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് അവർ അവിടെ വലിയൊരു വ്യവസായം തുടങ്ങി. ഗളിവറിൻ്റെ മുടി വെട്ടുന്നതിന് വേണ്ടിയും അവന് മസാജ് ചെയ്യുന്നതിന് വേണ്ടിയും പ്രത്യേകമായിട്ട് പടയാളികൾ അവനുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് എഡ്വേർഡ് ഒരു മുന്നറിയിപ്പും കൂടാതെ പ്രിൻസസ് മേരിയുടെ റൂമിലേക്ക് കയറി വന്നത്. അയാളുടെ ആ ഒരു കടന്നുകയറ്റം പ്രിൻസസ് മേരി ചോദ്യം ചെയ്തു. പ്രിൻസസ് മേരിയെ എപ്പോൾ വേണമെങ്കിലും ഞാൻ കല്യാണം കഴിക്കൂ, അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും മേരിയുടെ മുറിയിലേക്ക് കയറി വരാനുള്ള അധികാരം അതെനിക്കുണ്ടെന്ന് എഡ്വേർഡ് പറയുകയാണ്. അവൻ്റെ ആ സംസാരം കേട്ട് പ്രിൻസസ് മേരി തുറന്നടിച്ച് പറയുകയാണ് അവനെ ഒട്ടും ഇഷ്ടമല്ലെന്ന്. ആരെ തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നാലും എഡ്വേർഡിനെ ഒരിക്കലും കല്യാണം കഴിക്കത്തില്ലെന്നും അവൾ തുറന്നു പറയുകയാണ്. ഇത് കേട്ട എഡ്വേർഡിന് യഥാർത്ഥത്തിൽ ഒരു അപമാനമാണ് അവിടെ ഉണ്ടായത്. എഡ്വേർഡ് അവളോട് ദേഷ്യപ്പെട്ടാണ് ആ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അവിടെ നിന്നിറങ്ങി അവൻ ആദ്യമേ പോയത് ബ്ലഫൂഷ്യ എന്ന രാജ്യത്തിലേക്കാണ്. ബ്ലഫൂഷ്യയുടെ രാജാവുമായിട്ട് അവനങ്ങനെ കരാറിലെത്തുകയാണ്. പ്രിൻസസ് മേരിയെ കല്യാണം കഴിക്കുന്നതിനായിട്ട് അവനെ സഹായിക്കണമെന്നും ബ്ലഫൂഷ്യയുടെ രാജാവിനോട് അവൻ സഹായം ചോദിച്ചു. അതേ സമയത്ത് തന്നെ എഡ്വേർഡ് ഗളിവറിൻ്റെ ബോട്ടിൽ നിന്ന് ഒരു വലിയ ബുക്കും കണ്ടുപിടിച്ചിരുന്നു. കഥയുടെ തുടക്കത്തിൽ ഗളിവർ ബോട്ടിൽ യാത്ര ചെയ്തപ്പോൾ ബോട്ടിലിരുന്ന് ഒരു പ്രത്യേക ബുക്ക് അവൻ വായിച്ചിരുന്നു. ഒരു റോബോട്ടിനെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറയുന്ന കാര്യങ്ങളുള്ള ഒരു ബുക്കായിരുന്നു അത്. അതേ ബുക്ക് തന്നെയാണ് എഡ്വേർഡ് കടൽ തീരത്ത് നിന്ന് ഗളിവറിൻ്റെ തകർന്ന ബോട്ടിൽ നിന്ന് കണ്ടുപിടിച്ചത്. ആ ബുക്കിൻ്റെ സഹായത്തോടു കൂടെ തന്നെ ഒരു വലിയ റോബോട്ടിനെ ഉണ്ടാക്കാനാണ് എഡ്വേർഡ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിന് ബ്ലഫൂഷ്യയുടെ രാജാവും സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ കുറേയേറെ ദിവസങ്ങൾ കടന്നുപോയി. ഗളിവർ നല്ല സന്തോഷത്തോടെയാണ് ലില്ലിപുട്ടിൽ ഇപ്പോൾ താമസിക്കുന്നത്. ന്യൂയോർക്ക് സിറ്റിയിലെ ടൈംസ് സ്ക്വയർ പോലത്തുള്ള നഗരം തന്നെ അവൻ ലില്ലിപുട്ടിലും പണി കഴിപ്പിച്ചു. അപ്പോൾ അവിടെ സന്തോഷത്തോടെ ആയിരിക്കുമ്പോഴായിരുന്നു കൊട്ടാരത്തിൽ നിന്ന് അപായ സൂചനയുടെ ഒരു മണിയടി മുഴങ്ങിയത്. കൊട്ടാരത്തെ ആക്രമിക്കാനായിട്ട് ആരൊക്കെയോ വരുന്നുണ്ട്. ഇതറിയപ്പോൾ ഗളിവർ യുദ്ധത്തിനായിട്ട് അന്നേരം തന്നെ ഒരുങ്ങി. ഒരു യുദ്ധത്തിനാണെങ്കിലും ഗളിവറിന് യാതൊരു പേടിയുമില്ലായിരുന്നു. കാരണം അവനേക്കാളും തീരെ ചെറിയ മനുഷ്യരെ മാത്രമേ അവന് നേരിടേണ്ടതുള്ളൂ. അതുകൊണ്ട് വളരെ ലാഘവത്തോടെയാണ് യുദ്ധത്തിന് പോകാനായിട്ട് അവൻ തീരുമാനിച്ചത്. പക്ഷേ യുദ്ധത്തിനായിട്ട് കളത്തിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ ഞെട്ടിപ്പോയത്. ഈ തവണ കൊട്ടാരത്തെ ആക്രമിക്കാൻ വന്നിരിക്കുന്നത് വലിയൊരു റോബോട്ടാണ്. അതും ആ ഒരു വലിയ റോബോട്ടിനെ നിയന്ത്രിക്കുന്നത് മറ്റാരുമല്ല, എഡ്വേർഡാണ്. ആ ഒരു റോബോട്ടിന് ഗളിവറിൻ്റെ അത്രയും തന്നെ വലുപ്പമുണ്ടായിരുന്നു. എഡ്വേർഡ് എങ്ങനെ ആ റോബോട്ടിൻ്റെ അകത്തിരുന്നു കൊണ്ട് ഒരു പോരിനായിട്ട് ഗളിവറിനെ വെല്ലുവിളിക്കുകയാണ്. ഗളിവറിന് അവനോട് പോരടിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. തിരിഞ്ഞോടിക്കഴിഞ്ഞാൽ ലില്ലിപുട്ടിലെ ജനങ്ങളുടെ മുൻപിൽ താനൊരു ഭീരുവായിട്ട് മാറും. ഗളിവർ ആദ്യമേ തന്നെ റോബോട്ടിന് മുൻപിലേക്ക് ചെന്ന് അതിനെ ഒന്ന് പിടിച്ചു തള്ളാനായിട്ട് ശ്രമിച്ചു. ഗളിവർ എത്ര ആങ്ങി ശ്രമിച്ചിട്ടും ആ റോബോട്ടൊന്നും അനങ്ങിയത് പോലുമില്ല. അങ്ങനെ അവസാനം ശക്തിയുള്ള ആ ഒരു റോബോട്ട് ഗളിവറിനെ പിടിച്ച് തിരിച്ചിട്ട് അവൻ്റെ നിക്കറിൽ പിടിച്ച് അവനെ പൊക്കിയെടുക്കുകയാണ്. ഗളിവറിനെ അങ്ങനെ ആ റോബോട്ട് തൂക്കിയെടുത്തുകൊണ്ട് രാജാവിൻ്റെ മുൻപിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ആ ഗളിവറിന് രക്ഷപ്പെടാനായിട്ട് സത്യങ്ങളെല്ലാം തുറന്നു പറയാതെ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. വാഷിങ്ടണിലെ പ്രസിഡൻ്റാണെന്നും അവരോട് അവൻ പറഞ്ഞ കഥകളെല്ലാം കള്ളമാണെന്നും തിയോഡർ രാജാവിനോട് അവനെല്ലാം തുറന്നു പറയുകയാണ്. ഇത് കേട്ട രാജാവിന് രാജകുമാരിക്കും അവനോട് വളരെയേറെ ദേഷ്യം തോന്നി. കാരണം രാജ്യത്തെയും രാജാവിനെയും എല്ലാം കള്ളക്കഥകൾ പറഞ്ഞ് അവൻ ഇത്രയും നാളും കളിപ്പിക്കുകയായിരുന്നു. എഡ്വേർഡ് അങ്ങനെ ഗളിവറിനെ ഒരു വലിയ കപ്പലിലേക്ക് കെട്ടിയിട്ട് മറ്റൊരു ദ്വീപിലേക്ക് പറഞ്ഞു കയറ്റി വിടുകയാണ്. ഇത്രയും നാളും ലില്ലിപുട്ടിൽ നീ ചെയ്ത സേവനങ്ങളെല്ലാം മതി. ഇനി ഈ രാജ്യം ഭരിക്കാൻ പോകുന്നത് ഞാനായിരിക്കും. ഇത്രയും നാളും നീ ചെയ്തു കൂട്ടിയതിന് ശിക്ഷയായിട്ട് മറ്റൊരു ദ്വീപിലായിരിക്കണം നീ ശിഷ്ടകാലം ജീവിക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാണ് ആ ദ്വീപിലേക്ക് അവനെ കയറ്റി വിട്ടത്. അവൻ ആ ദ്വീപിൽ ചെന്ന ഉടനെ തന്നെ ഒരു വലിയ പെൺകുട്ടി വന്ന് അവനെ പിടിച്ചെടുത്ത് ഒരു കുപ്പിയിലാക്കുകയാണ്. അവനിപ്പോൾ എത്തപ്പെട്ട ദ്വീപിൻ്റെ പ്രത്യേകത എന്തെന്നാൽ
അവനേക്കാളും വലിപ്പമേറിയ വലിയ മനുഷ്യരാണ് ഈ ദ്വീപിലുള്ളത്. അതായത് ഗളിവർ ലില്ലിപുട്ടിലൊരു വലിയ മനുഷ്യനായിരുന്നെങ്കിൽ അവനിപ്പോൾ എത്തപ്പെട്ട ഈ ദ്വീപിൽ അവൻ വെറും ഒരു ചെറിയ മനുഷ്യനാണ്. അവനെ പിടിച്ചെടുത്ത ആ ഒരു പെൺകുട്ടി അവനെ വെറും ഒരു കളിപ്പാട്ട മാത്രമായിട്ടാണ് കണ്ടത്. ആ പെൺകുട്ടിയുടെ കളിപ്പാട്ടങ്ങളും ബാർബി ഡോളും എല്ലാമുള്ള ആ അലമാരയിൽ തന്നെ അവനെയും എടുത്ത് സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം ഒരു ബാർബി ഡോളിന് കൊടുക്കുന്ന വേഷങ്ങളെല്ലാം തന്നെ അവനും നൽകി. ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഒരു കളിപ്പാട്ട മാത്രമായിട്ട് അവൻ മാറി. അങ്ങനെ ഇതേ സമയം ലില്ലിപുട്ടിൽ കാണുകയാണെങ്കിൽ അവിടുത്തെ കടൽ തീരത്ത് മറ്റൊരു പെൺകുട്ടി ബോധമില്ലാതെ കിടക്കുകയാണ്. അത് മറ്റാരുമല്ല, ഗളിവറിന് ഇഷ്ടമുള്ള ഡാർസി എന്ന പെൺകുട്ടിയാണ്. ലില്ലിപുട്ടിലെ ജനങ്ങൾക്ക് ആ പെൺകുട്ടി വളരെ വലിപ്പമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. ഗളിവർ ചെയ്യാനിറങ്ങിയ ആ ബെർമുഡ ട്രയാങ്കിളിൻ്റെ ട്രാവൽ ബ്ലോഗ് ചെയ്യാനായിട്ടായിരുന്നു ഡാർസി ഇറങ്ങിയത്. അവളും അങ്ങനെ ആ വലിയ ചുഴലിക്കാറ്റിൽപ്പെട്ടാണ് ലില്ലിപുട്ട് എന്ന ഈ രാജ്യത്തിലേക്ക് എത്തപ്പെട്ടത്. ലില്ലിപുട്ടിലെ ജനങ്ങളെല്ലാം തന്നെ ആ കടൽ തീരത്ത് തന്നെ അവളെ കെട്ടിവെക്കുകയാണ്. ഗളിവർ പണ്ട് ഇവരോടെല്ലാം പറഞ്ഞിരുന്നത് വാഷിങ്ടൺ എന്ന നഗരത്തിൽ തൻ്റെ രാജ്ഞിയായിട്ടുള്ളത് ഡാർസി എന്ന ഒരു പെണ്ണാണ്. അങ്ങനെ ഡാർസി ഇവിടെ എഡ്വേർഡിന് സ്വയം പരിചയപ്പെടുത്തി കൊടുത്തപ്പോഴാണ് എഡ്വേർഡിന് കാര്യം മനസ്സിലായത് ഗളിവർ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയാണ് ഈ ഡാർസി എന്ന്. ഒട്ടും വൈകാതെ തന്നെ എഡ്വേർഡ് അവളെയും പിടിച്ച് തുറങ്കിലടിച്ചു. ഇതേ സമയം ഡാർസിയെ പിടിച്ച് തടവിലാക്കിയ ആ ജയില് കാണിക്കുകയാണെങ്കിൽ ലില്ലിപുട്ടിൻ്റെ രാജാവായിട്ടുള്ള തിയോഡർ രാജാവും ആ ജയിലിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഗളിവർ പരാജയപ്പെട്ടതിന് ശേഷം ബ്ലഫൂഷ്യ രാജാവിൻ്റെ സഹായത്തോടുകൂടി എഡ്വേർഡ് ഞങ്ങളെ വഞ്ചിക്കുകയായിരുന്നു. അവൻ ഞങ്ങളുടെ കയ്യിൽ നിന്ന് അധികാരം പിടിച്ചെടുത്ത് ഞങ്ങളെ തടവിലാക്കി. തിയോഡർ രാജാവിൻ്റെ കൂടെ പ്രിൻസസ് രാജ്ഞിയും ആ ജയിലിൽ തന്നെയുണ്ട്. രാജാവിൻ്റെയും രാജ്ഞിയുടെയും ഈ ഒരു അവസ്ഥ ഹൊറേഷ്യ എന്ന ചെറുപ്പക്കാരൻ മറങ്ങി നിന്ന് എല്ലാം കാണുന്നുണ്ടായിരുന്നു. രാജാവിനെയും ഈ രാജ്യത്തെയും രക്ഷിക്കുന്നതിന് ഗളിവറിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അത് തിരിച്ചറിഞ്ഞ ഹൊറേഷ്യ ഗളിവറിനെ മാറ്റി പാർപ്പിച്ചിട്ടുള്ള ആ ഒരു വലിയ ദ്വീപിലേക്ക് അവൻ യാത്ര തിരിക്കുകയാണ്. അവിടെ അങ്ങനെ ഹൊറേഷ്യ എങ്ങനെയൊക്കെയോ എത്തപ്പെടുകയാണ്. അവിടുത്തെ ജനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഹൊറേഷ്യ തീരെ ചെറുതാണ്. അതുകൊണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തപ്പെടാനായിട്ട് അവന് വലിയ പ്രയാസമില്ലായിരുന്നു. അവിടെയുള്ള ഗളിവർ തീരെ ചെറുതാണ്. അതിനേക്കാളും തീരെ ചെറുതാണ് ഹൊറേഷ്യ. അങ്ങനെ അവസാനം ഹൊറേഷ്യ ഗളിവറിനെ കണ്ടുമുട്ടുകയാണ്. അവരങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പദ്ധതികളെല്ലാം നോക്കിയപ്പോഴാണ് ആ പെൺകുട്ടിയുടെ കളിപ്പാട്ടങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ച മറ്റൊരു അലമാരിയിൽ മറ്റൊരു രൂപം കണ്ടത്. മരിച്ചുപോയ ഒരു US എയർഫോഴ്സ് പൈലറ്റിൻ്റെ അസ്ഥികൂടമായിരുന്നു അത്. ഗളിവറിനെ പോലെ തന്നെ കളിപ്പാട്ടമായിട്ട് കണ്ട് അയാളെയും പിടിച്ചുകൊണ്ട് വന്നതായിരുന്നു. അവസാനം ആ എയർഫോഴ്സ് പൈലറ്റും ഇങ്ങനെയൊരു കോലമായിരിക്കുകയാണ്. അങ്ങനെ ആ പൈലറ്റിൻ്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു പാരച്യൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ഗളിവർ ഹൊറേഷ്യയും കൂട്ടിക്കൊണ്ട് ആ പാരച്യൂട്ടിൽ തന്നെ ലില്ലിപുട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. അവൻ ലില്ലിപുട്ടിൽ എത്തിയിട്ട് ആദ്യമേ കണ്ടുമുട്ടിയത് തടവിലായിരിക്കുന്ന ഡാർസിയാണ്. ഈ തവണ അവൻ അവളെ കണ്ടപ്പോൾ ആദ്യമേ തന്നെ അവൻ്റെ ഇഷ്ടം അവൻ അവളോട് പറഞ്ഞു. അവൾ ഏതായാലും അവൻ ചെയ്ത കള്ളത്തരങ്ങൾക്കും ആ ഒരു ആർട്ടിക്കിൾ ഇൻ്റർനെറ്റിൽ നിന്ന് കോപ്പി അടിച്ചതിനും എല്ലാത്തിനും അവൾ ക്ഷമിക്കുകയാണ്. അതിനുശേഷം അവൾക്കും അവനോട് ഇഷ്ടമാണ് എന്ന രീതിയിൽ അവളും സംസാരിക്കാൻ തുടങ്ങി. ഗളിവർ ആ തടവിലുണ്ടായിരുന്ന രാജാവിനോടും രാജകുമാരിയുമായിട്ടൊക്കെ ഒരു കാര്യം പറഞ്ഞു. ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി എന്തെന്നാൽ എഡ്വേർഡുമായിട്ട് ഒരു തവണ കൂടെ പോരിന് ഒരുങ്ങുക എന്നതാണ്. ഈ തവണ എങ്ങനെ പോയാലും അവൻ്റെ ആ വലിയ റോബോട്ടിനെ എനിക്ക് കീഴടക്കണം. ഈ തവണ ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല പോരാടുന്നത്. ലില്ലിപുട്ടെന്ന ഈ രാജ്യത്തിനും ഈ ജനത്തിനും വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ പോരാടുന്നത്. അവൻ്റെ ഈ വാക്ക് കേട്ട രാജാവിന് അവനിൽ പിന്നീടും വലിയൊരു വിശ്വാസം തോന്നി. അങ്ങനെ ഗളിവറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പോരിനായിട്ട് എഡ്വേർഡും ഒരുങ്ങി. എഡ്വേർഡ് അവൻ്റെ കയ്യിലുള്ള ആ വലിയ റോബോട്ടിൻ്റെ സഹായത്തോടു കൂടി തന്നെ പോരാടാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഫൈറ്റിന് തൊട്ട് മുൻപായിട്ട് ഗളിവർ അവൻ്റെ ആവശ്യം എന്താണെന്ന് എഡ്വേർഡിനോട് പറഞ്ഞു. ഈ ഒരു പോരിൽ ഞാൻ ജയിക്കുകയാണെങ്കിൽ ലില്ലിപുട്ടും അവിടുത്തെ രാജ്യത്തെയും ജനത്തെയുമെല്ലാം നീ വെറുതെ വിടണം. രാജ്യസിംഹാസനം തിരികെ തിയോഡർ രാജാവിന് തന്നെ നീ നൽകണം. പക്ഷേ ഈ ഒരു പോരിൽ ഗളിവർ തോൽക്കുകയാണെങ്കിൽ എഡ്വേർഡ് ഈ രാജ്യത്തെ മൊത്തത്തിൽ നശിപ്പിക്കുമെന്ന് ഗളിവറിനോട് പറഞ്ഞു. അങ്ങനെ ഒട്ടും താമസിക്കാതെ അവർ അവരുടെ ഫൈറ്റ് തുടങ്ങുകയാണ്. ഫൈറ്റിൻ്റെ ആദ്യത്തെ കുറേ നിമിഷങ്ങൾ എഡ്വേർഡ് തന്നെ ഗളിവറിനെ കീഴ്പ്പെടുത്തി. ഗളിവർ പല രീതിയിലും ആ റോബോട്ടിനെ അടിച്ചു വീഴ്ത്താനായിട്ട് ശ്രമിച്ചപ്പോഴും ആ റോബോട്ടിൻ്റെ വലിയ ശക്തിക്ക് മുൻപിൽ അവൻ വീണുപോയി. ഇതേസമയം ഗളിവറിനെ രക്ഷിക്കുന്നതിന് വേണ്ടി അവനെ സഹായിക്കുന്നതിനായിട്ട് ഹൊറേഷ്യ അവിടേക്ക് വരികയാണ്. അതിനുശേഷം ആരും കാണാതെ എഡ്വേർഡ് ഉണ്ടായിരുന്ന ആ റോബോട്ടിൻ്റെ ഉള്ളിലേക്ക് ഹൊറേഷ്യ കയറുകയാണ്. അതിനകത്ത് കയറിയ ഹൊറേഷ്യ ആ റോബോട്ടിൻ്റെ ഉള്ളിലുള്ള വയറും കണക്ഷൻസുമെല്ലാം പൂരി പറിച്ചു മാറ്റി. അപ്പോഴേക്കും തന്നെ ആ റോബോട്ടിന് അതിൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. റോബോട്ട് അങ്ങനെ പതിയെ നിന്നു പോകുന്ന ഈ ഒരു സമയം മുതലാക്കി ഗളിവർ ആ റോബോട്ടിൻ്റെ മുകളിലേക്ക് എടുത്തിയാടി അതിനെ പിടിച്ച് കീഴ്പ്പെടുത്തുകയാണ്.
അതേപോലെ തന്നെ ആ റോബോട്ടിനെയും അവൻ അവിടെ നശിപ്പിച്ചു കളഞ്ഞു. ഇത് കണ്ടു നിന്ന ലില്ലിപുട്ടിലെ ജനങ്ങളും രാജാവുമെല്ലാം അവന് കൈയടിച്ചു. രാജാവിനെയും രാജ്യത്തെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഗളിവർ ഡാർസിയുടെ കൂടെ സന്തോഷിക്കുകയാണ്. രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഹൊറേഷ്യോ കാണിച്ച ധീരതയ്ക്ക് അതിന് പ്രതിഫലമായിട്ട് രാജകുമാരിയുടെ സമ്മതത്തോടു കൂടെ തന്നെ രാജകുമാരിയെ കല്യാണം കഴിക്കുന്നതിനായിട്ട് ഹൊറേഷ്യയ്ക്ക് രാജാവ് അനുവാദം നൽകി. പ്രിൻസസ് മേരിയെ ഹൊറേഷ്യോ അങ്ങനെ അവിടെ വെച്ച് ചുംബിക്കുകയാണ്. അപ്പോഴാണ് ആ റോബോട്ടിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ട എഡ്വേർഡ് വന്നിട്ട് രാജകുമാരിയെ പിന്നീട് പിടിച്ചു മാറ്റി ബന്ദിയാക്കുന്നത്. രാജകുമാരിയെ വാളിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് അവൻ എല്ലാവരെയും വിരട്ടി നിർത്തുകയായിരുന്നു. അപ്പോഴാണ് രാജകുമാരി ധൈര്യം സംഭരിച്ച് തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരടി കൊടുത്തത്. അങ്ങനെ രാജ്യത്തിൻ്റെ ചാരനായിട്ടുള്ള എഡ്വേർഡിനെ രാജാവ് തുറങ്കിലടയ്ക്കുകയാണ്. എല്ലാം തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ഗളിവർ ഡാർസിനെ ആദ്യമായിട്ട് അവൻ ചുംബിക്കുകയാണ്. പക്ഷേ ഇതേ സമയത്ത് തന്നെയായിരുന്നു ബ്ലെഫൂഷ്യൻ രാജ്യവും അവിടുത്തെ പടയാളികളും രാജാവുമെല്ലാം ഒരു യുദ്ധത്തിനായിട്ട് അവിടെ എത്തിയത്. ഈ തവണയും ഗളിവർ തന്നെ അവരെ തടഞ്ഞു നിർത്തുകയാണ്. അതിനുശേഷം 2 രാജാവുമായിട്ടും 2 രാജ്യവുമായിട്ടും അവൻ ഇരുന്ന് സംസാരിച്ചു. അതിനുശേഷം അവരുമായിട്ട് ഒരു സമാധാനത്തിൻ്റെ ഉടമ്പടി ഉണ്ടാക്കാനായിട്ട് അവൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ബ്ലെഫൂഷ്യ എന്ന രാജ്യവും ലില്ലിപുട്ട് എന്ന രാജ്യവും ഒരു സമാധാനത്തിൻ്റെ കരാറിന് മേൽ അവരങ്ങനെ ആ യുദ്ധം അവിടെ അവസാനിപ്പിക്കുകയാണ്. ലില്ലിപുട്ട് എന്ന രാജ്യവും അവിടുത്തെ ജനതയും ഗളിവറിനെയും ഡാർസിനെയും അവരുടെ ശരിയാക്കിയ ആ ബോട്ടിൽ സന്തോഷത്തോടെ തിരികെ ന്യൂയോർക്കിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ കുറേയേറെ ആഴ്ചകൾ കടന്നുപോയി. ഗളിവർ ഇപ്പോൾ അവൻ്റെ ന്യൂസ് പേപ്പർ കമ്പനിയിലെ ആ ജോലി രാജിവെച്ചിരിക്കുകയാണ്. പകരം അവനിപ്പോൾ ഒരു ട്രാവൽ റൈറ്ററാണ്. ഡാർസി പറഞ്ഞതുപോലെ അവന് കൊടുത്ത എല്ലാ ട്രാവൽ അസൈൻമെൻറ്റുകളും അവൻ സ്വന്തമായിട്ട് തന്നെ ട്രാവൽ ബ്ലോഗ് എഴുതി പൂർത്തിയാക്കി. അങ്ങനെ രണ്ടുപേരുടെയും മുൻപോട്ടുള്ള ജീവിതം പുതിയൊരു റിലേഷനിൽ സന്തോഷത്തോടെ അവർ മുൻപോട്ട് കൊണ്ടുപോവുകയാണ്.